നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങളെ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയി മടങ്ങി വരുന്ന വഴിയാ. റോഡിൽ തടസ്സം ഇരിക്കുന്ന കണ്ടപ്പോ ആ തടസ്സം വെച്ചത് ഞാനാ ചെറിയച്ച. എന്തിനാന്നറിയോ? രണ്ടുപേരെയും ഒന്ന് നന്നായിട്ട് കാണാൻ വേണ്ടിയാ. ഏയ്, മര്യാദയ്ക്ക് ആ വണ്ടി എടുത്ത് മാറ്റ്. എന്നിട്ട് മേഡം ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാനോ? ഈ വണ്ടി ഇവിടെ നിന്ന് ചലിക്കണമെങ്കിൽ ഞാൻ പറയണം, ഞാൻ വിചാരിക്കണം. അപ്പോ എന്തിനാ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികം. സിമ്പിൾ. കുറച്ചു മുമ്പേ ഞങ്ങളൊരു 3-4 ഗുണ്ടകളെ അടിച്ചോടിച്ചു. ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു വന്ന കുറെ ഗുണ്ടകളെ. അവരെ കൊണ്ടുവന്ന നട്ടലില്ലാത്തവന്റെ പേര് കണിമംഗലം ചന്ദ്രശേഖരൻ എന്ന. ഞാനോ? അതെ, നിങ്ങളെ കൊണ്ട് ആ നട്ടല്ലില്ലാത്ത പണി ചെയ്യിപ്പിച്ചവളുടെ പേര് സാറ എന്ന്. ഇടി, നിനക്കെന്നെ ശരിക്കറിഞ്ഞൂടാ. മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ അത്ര വലിയ മഹാത്ഭുതമൊന്നും അല്ല. ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തില് വിഷം കലർത്തുന്ന ഒരു നെറികെട്ട സ്ത്രീ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നുമല്ല. പിന്നെ കാശിന്റെയും പ്രതാപത്തിന്റെയും ബലത്തില് എന്തും ചെയ്തു കളയാന്നൊരു തോന്നല് ചിലപ്പോഴിലുണ്ടാവും. അത് നടക്കാത്ത കാര്യം മാഡം. ഞങ്ങൾ സഹിച്ച് സഹി കേട്ടിരിക്കുക. ഇനി ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേ ചെറിയച്ചന്റെ പണികളൊക്കെ അതിഗംഭീരമാ. പ്രത്യേകിച്ച് ബെഞ്ചമിനെ ഉപയോഗിച്ച് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പണിത പണി. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല, അച്ഛനും തിരിച്ചറിഞ്ഞില്ല. കമ്പനിയും നഷ്ടപ്പെട്ടു, കുടുംബം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടം ഞാൻ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചാലേ ചെറിയച്ചനൊരു ചെറിയ നഷ്ടം വരും. മനസ്സിലായില്ലേ? നിങ്ങളെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നും പോടാ. ഇത്രയും പ്രായത്തിനിടയില് എന്നെ ജയിലിൽ എത്തിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. ആ സാറ് നിങ്ങളോട് കണക്ക് ചോദിക്കില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നേ? ഇത് പഴയ വരനും രാധികയല്ല മാഡം. ഇപ്പോ കുറച്ച് കരുത്ത് കൂടിയിട്ടുണ്ട്. എന്തായാലും കൊല്ലാൻ ഇനി ആളെ ഇറക്കണ്ട. കഴുത്തിൽ കത്തിവെക്കാൻ എന്റെ ഭർത്താവിന് കരുത്തുണ്ട്. അത് മറന്നു പോണ്ട. നിങ്ങൾ ചത്തുപോയാലേ ഞാൻ കൂടെ ബലിയിടേണ്ടതാ. ബലിച്ചോറിനോടുള്ള താല്പര്യം അത്രയും കൂടിയാൽ മാത്രമേ ഇനി ആവശ്യമില്ലാത്തൊരു കളിക്ക് ഇറങ്ങാവൂ. ചന്ദ്രശേഖരൻ ചക്രവർത്തിയായിരുന്നൊരു വാർത്ത കേൾക്കാൻ നല്ല രസം ചെറിച്ച. പക്ഷേ ചന്ദ്രശേഖരൻ ചത്തു കിടക്കുന്നൊരു വാർത്ത കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. എന്നാ വരട്ടെ, രാധിക കേറ്. ഓയ്